പക്ഷെ അറിയാതെ ചെയ്ത ഈ തെറ്റിന് ഞാനൊരു പരിഹാരം പറയാം. ധൃതരാഷ്ട്രരുടെ മൗനം ആ പരിഹാരം എന്താണെന്നറിയാൻ കാതോർത്തിരുന്നു. ഈ പ്രതിസന്ധിയിൽ ഒരു മാറ്റം അനിവാര്യമാണ്. ആദ്യം ജനങ്ങളെല്ലാവരും കാണുകെ പാണ്ഡവരെ തിരികെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കണം. അവർ വന്നു കഴിഞ്ഞാൽ വീണ്ടും ശത്രുത കൂടുകയല്ലേ ചെയ്യൂ? ഭരണത്തിനു വേണ്ടിയല്ലേ ഈ ശത്രുത? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഹസ്തിനപുരത്തിലെ ഭരണം ഇനി ദ്വിഭരണത്തിലായിരിക്കും. ഒരു ഭാഗം കൗരവരും മറുഭാഗം പാണ്ഡവരും ഭരിക്കണം. ഭീഷ്മയുടെ തീരുമാനം ധൃതരാഷ്ട്രരെ ഞെട്ടിച്ചെങ്കിലും ഈ ഒരു സമയത്ത് വളരെ അനുയോജ്യമായ തീരുമാനം തന്നെയാണെന്ന് ധൃതരാഷ്ട്രർക്ക് മനസ്സിലായി. മാത്രവുമല്ല, ജനങ്ങൾക്കിടയിലെ തന്റെ തെറ്റിദ്ധാരണ മറയുകയും ചെയ്യുമെന്ന് ധൃതരാഷ്ട്രർക്ക് വ്യക്തമായി. അങ്ങനെ ഏകചക്രയിൽ നിന്നും പാണ്ഡവർ ദ്രൗപദിയുമായി തങ്ങളുടെ മാതാവിന്റെ അടുത്തെത്തി. അർജുനൻ സ്വയംവര മത്സരത്തിൽ ജയിച്ചെങ്കിലും തന്റെ മാതാവിനോടുള്ള മത്സരത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. പാണ്ഡവർ തന്റെ സഹോദരന്റെ വീരകഥകൾ മാതാവിനു മുന്നിൽ പറയുമ്പോൾ കുന്തി മറ്റേതോ ചിന്തയിൽ മുഴുകിയിരുന്നു. ആ ചിന്തയുടെ പ്രധാന ഉറവിടം ദ്രൗപദിയായിരുന്നു, ആ സൗന്ദര്യമായിരുന്നു. ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ആദ്യമായാണ് കാണുന്നത്. അതുകൊണ്ടുതന്നെ അവളുടെ സൗന്ദര്യത്തിന്റെ ദോഷഫലം കുന്തിയുടെ ചിന്തകളെ ഓരോന്നായി ഉണർത്തി. ദ്രൗപദിയുടെ സൗന്ദര്യം തന്റെ മറ്റു പുത്രന്മാരിൽ ഒരു ചെറിയ അസൂയയുടെ വിത്ത് മുളപ്പിക്കുവാൻ സാധ്യതയുണ്ടെന്ന് കുന്തി ഭയന്നു. കൗരവർക്കെതിരെ പോരാടണമെങ്കിൽ അവിടെ ഇവർ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണം. എന്നാലേ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കുന്തി തന്റെ ചിന്തകൾക്ക് എതിരായി ഒരു തീരുമാനം കണ്ടെത്തി.